അപ്പോൾ നാളെ എത്ര പറയുടെ പ്രാതല? ഇപ്പോൾ 121 പറ. 121 പറ. പച്ചക്കറി നുറുക്കാനുള്ള അവകാശം നിങ്ങളുടെ ഒരു കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രമാണല്ലേ? 16. ഇന്ന് ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയാണ്. വ്യാഘ്രപാദ മഹർഷിക്ക് മഹാദേവൻ പാർവതീ സമേതനായി ദർശനം നൽകിയ വൃശ്ചിക മാസത്തിലെ അതേ കൃഷ്ണപക്ഷ അഷ്ടമി ദിവസം. ഇന്ന് 100 കണക്കിന് പറ അരിയുടെ അന്നദാനമാണ് ക്ഷേത്രത്തിൽ നടക്കുക. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇന്ന് ഭഗവാന്റെ പ്രാതലുണ്ട് പോകുന്നത്. വൈക്കത്തെ വലിയടുക്കളയിലും കൊച്ചടുക്കളയിലുമായിട്ടാണ് ഇതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക. ഒട്ടും നിസ്സാരമല്ല അത്. ആ കാഴ്ചകളിലേക്ക് പോകും മുമ്പ് അഷ്ടമിയുടെ പ്രാധാന്യമൊന്ന് മനസ്സിലാക്കാം. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി വ്യാഘ്രപാദത്തറ എന്നറിയപ്പെടുന്ന ഒരു വലിയ ആൽത്തറയുണ്ട്. അവിടെ വ്യാഘ്രപാദ മഹർഷിയുടെ ഒരു ചിത്രമൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതും കാണാം. ഇവിടെയാണ് വ്യാഘ്രപാദ മഹർഷി മഹാദേവനെ തപസ്സനുഷ്ഠിച്ചിരുന്നതും മഹാദേവൻ അഷ്ടമി ദിവസം മഹർഷിക്ക് ദർശനം നൽകിയതെന്നുമാണ് വിശ്വാസം. ഈ ആൽത്തറയ്ക്ക് അതുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രാധാന്യവുമുണ്ട്. 11 ദിവസത്തെ ആർഭാടപൂർണമായ ഉത്സവാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ സകല ഉത്സവ ചടങ്ങുകളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് താരകാസുരൻ്റെയും ശൂരപത്മാസുരൻ്റെയും നിഗ്രഹത്തിനായി പോയ പുത്രനായ ഉദയനാവൃത്തപ്പൻ്റെ വരവും കാത്ത് പുത്രൻ്റെ വിജയത്തിനായി അന്നദാനവും യജ്ഞങ്ങളുമൊക്കെ നടത്തി ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് വ്യാഘ്രപാദത്തറയിൽ ധ്യാനനിഷ്ഠനായിരിക്കും. ഇന്നേ ദിവസം രാവിലെ ഒരു പൂജ മാത്രമാണ് ക്ഷേത്രത്തിൽ നടക്കുക. അഷ്ടമിയുടെ അന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഭഗവാന്റെ അന്നദാനമുണ്ട് സംതൃപ്തരായി മടങ്ങുന്നത്. അന്നേ ദിവസം താൻ പട്ടിണിയാണെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭക്തരാരും പട്ടിണി കിടക്കരുതെന്ന് ഭഗവാന് നിർബന്ധമുണ്ട്. ഇന്ന് ക്ഷേത്രത്തിലെ ഊട്ടുപുരയിലും ചുറ്റുപാടുമുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളിലും മറ്റുമായി മുഴുവൻ സമയ അന്നദാനവും ഉണ്ടായിരിക്കും. ഏതാണ്ട് 100 മേൽ പറ അരിയുടെ പ്രാതലാണ് ഇന്ന് ക്ഷേത്രത്തിൽ ഒരുക്കുക. അഷ്ടമിയുടെ അന്നത്തെ അന്നദാനത്തിനുള്ള ഒരുക്കങ്ങൾ തലേന്ന് വൈകുന്നേരത്തെ അരിയിളക്കൽ കഴിഞ്ഞാൽ ആരംഭിക്കുകയായി. ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വലിയ അടുക്കളയിലും ഊട്ടുപുരയോട് ചേർന്നുമുള്ള ചെറിയടുക്കളയിലുമായിട്ടാണ് ഇതിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക. 100 കണക്കിന് ആളുകളുടെ കൈമൈ മറന്നുള്ള തലേന്ന് വൈകുന്നേരം മുതൽ പിറ്റേന്ന് രാവിലെ 9 മണി വരെയും നിർത്താതെയുള്ള അത്യധ്വാനത്തിന് ശേഷമാണ് ഈ വിഭവങ്ങളെല്ലാം തയ്യാറാവുക. ഇതിന് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അതിന് അവകാശപ്പെട്ട പാരമ്പര്യ കുടുംബക്കാരും സഹായികളുമൊക്കെ ഉണ്ടാവും. ഒരു വലിയ ആഘോഷം തന്നെയാണിത്. വലിയടുക്കളയിലും കൊച്ചടുക്കളയിലുമൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കാദ്യം വലിയടുക്കളയിലൊന്ന് പോവാം. ഇതാണ് ക്ഷേത്രത്തിലെ വലിയടുക്കള. ഇവിടെ ചോറും പായസവും ഒക്കെയാണ് തയ്യാറാക്കുക. മുട്ടസ് നമ്പൂതിരിമാർക്കാണ് പാരമ്പര്യമായി വിഭവങ്ങളെല്ലാം തയ്യാറാക്കുന്നതിനുള്ള അവകാശം. ഇപ്പോൾ വൈകുന്നേരം ഏതാണ്ടൊരു 7:30 ആയിട്ടുണ്ടാവും. വലിയടുക്കളയിലെ നിലവിളക്കിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞു. വലിയ വാർപ്പുകളിലായി അരി അളന്നു വച്ചിരിക്കുന്നതും കാണാം. ഒരു ഭാഗത്ത് പായസത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ചേട്ടാ നമസ്കാരം. അപ്പോൾ നാളെ എത്ര പറയുടെ പ്രാതല? ഇപ്പോൾ 121 പറ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ വിഭവങ്ങളാണ് തയ്യാറാക്കുക? ചോറും പായസം, 2 കൂട്ടം പായസം, ഗോതമ്പും പഴവും, പിന്നെ ചോറ് വയ്ക്കുക, അരി വയ്ക്കുക ഇവിടെയാണല്ലേ? അപ്പോൾ അപ്പുറത്തെ ചെറുകറിപ്പുരയിൽ എന്തൊക്കെയാണ്? ഇപ്പോൾ ചെറുകറിപ്പുരയുടെ ബാക്കി എല്ലാ വിഭവങ്ങളും അവിടെയാണല്ലേ? ഇനി നമുക്ക് ചെറിയ അടുക്കളയിലെ കാഴ്ചകളൊന്ന് പോയി കാണാം. ഈ ഭാഗത്ത് അഷ്ടമി സദ്യക്കുള്ള പച്ചക്കറികളാണ് നുറുക്കുന്നത്. അതിനുള്ള പച്ചക്കറികളാണ് ഇവിടെ കുന്നുകൂടി കിടക്കുന്നത്. പച്ചക്കറി നുറുക്കലൊക്കെ നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ഭാഗത്തായി ഓരോന്നിനുമുള്ള കഷ്ണങ്ങളാണ് പ്രത്യേകം തയ്യാറാക്കുന്നത്. മുതിർന്നവരും കൊച്ചുകുട്ടികളുമൊക്കെ മത്സരിച്ചാണ് നുറുക്കിക്കൊണ്ടിരിക്കുന്നത്. ദിവസവുമുള്ള പ്രാതലിനുള്ള അരിയിളക്കൽ നടക്കുന്നതും ഈ ഒരു മുറിയിലാണ്. പച്ചക്കറി നുറുക്കാനുള്ള അവകാശം നിങ്ങളുടെ ഒരു കുറച്ച് കുടുംബങ്ങൾക്ക് മാത്രമാണല്ലേ? 16. എത്ര അംഗങ്ങളുണ്ട്? അപ്പോൾ ഫാമിലി കുറേ ഉണ്ടല്ലേ? കുറേ ഫാമിലീസ് ഉണ്ടോ നിങ്ങൾ? ഇതിനുള്ള പച്ചക്കറികൾ നുറുക്കി കൊടുക്കാനുള്ള അവകാശം 16 എന്നറിയപ്പെടുന്ന നായർ കുടുംബക്കാർക്കാണ്. കലവറയിൽ വിളക്കും ഗണപതിയും വെച്ച് പച്ചക്കറി നുറുക്കൽ ആരംഭിക്കും. കഷ്ണങ്ങൾ നുറുക്കുന്നതിൻ്റെ വ്യത്യാസമനുസരിച്ച് ഓരോ കൂട്ടാനും രുചിവ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. വൈക്കത്തെ പ്രാതലിൻ്റെ രുചിക്ക് ഇവരുടെ സംഭാവന ഒട്ടും ചെറുതല്ല. ഇവരെപ്പറ്റി ഒരു രസകരമായ കഥയും കേട്ടിട്ടുണ്ട്.
രാജഭരണകാലത്തൊരിക്കൽ രാജാവ് ഇവിടെ ദർശനത്തിനായി വന്ന ഒരു ദിവസം രാജാവ് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ച് വരുന്ന സമയത്ത് ഒരാൾ ഒരു വാഴക്കുലയും തൂക്കി ഗോപുരവും കടന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ക്ഷേത്രത്തിലേക്ക് കുല കൊണ്ടുവരുന്നതിന് പകരം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ട രാജാവിന് ഇനി അത് മോഷണമാണോ എന്ന് സംശയമായി. ഉടനെ അയാളെ പിടിച്ചുകൊണ്ടുവരുവാൻ ഉത്തരവിട്ടു. ഭടന്മാർ വേഗം അയാളെ പിടിച്ചുകൊണ്ടുവന്ന് വാഴക്കുല പരിശോധിച്ച് നോക്കിയപ്പോൾ തൊലി മാത്രമേ ഉള്ളൂ. കായയൊക്കെ ഊരിയെടുത്തിരിക്കുന്നു. ശേഷമുള്ള തൊലി പശുവിന് കൊടുക്കാനോ മറ്റുമായി അയാൾ എടുത്തുകൊണ്ട് പോയതായിരുന്നു. ഇത്ര കലാപരമായി കായ വേർപെടുത്തിയ അയാൾക്കും കുടുംബത്തിനും പ്രാതലിന് കറിക്ക് നുറുക്കുവാനുള്ള അവകാശം കാരാണ്മയായി അപ്പോൾ തന്നെ രാജാവ് കൽപ്പിച്ചു കൊടുത്തു അത്രേ. ഇതാണ് ആ കഥ. ആ കുടുംബത്തിന് ആ പ്രവൃത്തിയിലുള്ള സാമർഥ്യം കാണിക്കുന്നതിനുള്ള ഒരു കഥയുമാവാം ഇത്. ഈ അടുക്കളയിലാണ് ചെറുകറികളൊക്കെ തയ്യാറാക്കുന്നത്. ഒരു ഭാഗത്ത് കുറേ കഷ്ണങ്ങൾ അരിഞ്ഞ് പൂർത്തിയായവ പ്രത്യേകം പാത്രങ്ങളിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞു. മസാലക്കൂട്ടുകളുമൊക്കെ പ്രത്യേകം വലിയ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട്. 4 പേർ പിടിച്ചാൽ പോലും പൊങ്ങാത്ത വലിയ വാർപ്പുകളാണ് അടുപ്പുകളിൽ ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. കഷ്ണങ്ങൾ നുറുക്കി പൂർത്തിയായാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആരംഭിക്കും. ഇവിടെ എല്ലാ വിഭവങ്ങളും വിറകടുപ്പിൽ തന്നെയാണ് തയ്യാറാക്കുന്നതും. രാത്രി ഏതാണ്ട് ഒരു 10 മണിയോടെ ഇവിടുത്തെ ജോലികൾ ആരംഭിക്കും. ഇനി ബാക്കി കാഴ്ചകൾ രാവിലെ 6:30 അഷ്ടമിദർശനത്തിനായി എത്തിയപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. 4 ഗോപുരനടകളിലും കിലോമീറ്ററുകളോളം നീളുന്ന ഒരു ക്യൂ ആണ്. ക്ഷേത്രമറ്റം നിറഞ്ഞാണ് ആളുകൾ. പതിവിലും തിരക്കും കൂടുതലാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തൊഴാമല്ലോ. തിരക്കിൽപ്പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കൊടിമരച്ചൂട്ടിൽ നിന്ന് തൊഴുതതിന് ശേഷം നേരെ ഊട്ടുപുരയിലേക്ക് പോയി. അവിടെ ഏതാണ്ട് വിഭവങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. 12 മണിക്കൂറോളം നീളുന്ന യുദ്ധത്തിനൊടുവിൽ ഏതാണ്ട് 80% വിഭവങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പപ്പടം കാച്ചലും ഉപ്പേരി വറക്കലുമൊക്കെ പുരോഗമിക്കുന്നു. 2 പേർ നിന്ന് ഓലനുള്ളതാവും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നുമുണ്ട്. ഇന്നലെ കണ്ട വാർപ്പുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. വിഭവങ്ങളെല്ലാം വാർപ്പുകളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. 1-2 പരിചയക്കാർ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവരോട് കുറച്ച് സംസാരിച്ച് നിന്നതിന് ശേഷം പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും അന്നദാനത്തിനുള്ള ക്യൂ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനനുബന്ധമായി 1-2 കഥകൾ കൂടി പറഞ്ഞതിന് ശേഷം ഈ വീഡിയോ പൂർത്തിയാക്കാം. പ്രാതലിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള അവകാശം മുട്ടസ് നമ്പൂതിരിമാർക്കാണെന്ന് പറഞ്ഞല്ലോ. ഇതിന് പുറകിലും ഒരു കഥയുണ്ട്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാർ വൈക്കത്തപ്പനെ ദർശിക്കാനായി വന്ന സമയം ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ സാന്നിധ്യം കാണാതെ വന്നതിനാൽ ക്ഷേത്രത്തിന് ചുറ്റുമായി ഭഗവാനെ അന്വേഷിച്ച് നടന്ന സ്വാമിയാർ കണ്ടത് പ്രാതലിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്ന വലിയടുക്കളയിൽ ഒരു ബ്രാഹ്മണ വേഷധാരിയായി വൈക്കത്തപ്പൻ ദേഹണിക്കുന്നതാണ്. സ്വാമിയാർ തന്നെ കണ്ടുവെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൊട്ടടുത്ത് നിന്ന മുട്ടസ് നമ്പൂതിരിയോട് ചട്ടുകം പിടിച്ചോളൂ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനാവുകയും ചെയ്തു അത്രേ. അന്ന് മുതലാണത്രേ മുട്ടസിന് ദേഹണ്ണത്തിൻ്റെ ചുമതല കാരാണ്മയായി ലഭിച്ചത്. വലിയടുക്കളയിൽ ദേഹണ്ണം തുടങ്ങുന്നതിനും ചില ചടങ്ങുകളുണ്ട്. വെളുപ്പിനെ കുളിച്ച് തട്ടുടുത്ത് നിവേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളിയിലെ അടുപ്പിൽ നിന്നും ചട്ടുകത്തിൽ കനലെടുത്ത് നടക്കൽ വന്ന് മണിയടിച്ച് തൊഴുതതിന് ശേഷമേ വലിയടുക്കളയിൽ ദേഹണ്ണം തുടങ്ങാൻ പാടുള്ളൂ എന്നാണ് ആചാരം. വൈക്കത്തെ പ്രാതലിനും ഒരു വലിയ പ്രാധാന്യമുണ്ട്. പണ്ട് അഷ്ടമി നാളിൽ 551 പറ അരിയുടെ പ്രാതൽ വരെ ഇവിടെ നടന്നിട്ടുണ്ടത്രേ. രാജഭരണകാലത്ത് എല്ലാ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ആഹാരം നൽകുകയും പതിവായിരുന്നു. ഇപ്പോൾ ഉത്സവ ദിനങ്ങളിൽ ദേവസ്വം ബോർഡും ബാക്കി ദിവസങ്ങളിൽ ഭക്തജനങ്ങളും പ്രാതൽ വഴിപാടായി നടത്തിവരുന്നു. പ്രാതൽ നടത്തുന്നവർ നേരത്തെ അത് ബുക്ക് ചെയ്യുകയും പ്രാതലിന് തലേന്ന് വൈകുന്നേരം ക്ഷേത്രത്തിലെത്തി ദീപാരാധന തൊഴുതതിന് ശേഷം ഊട്ടുപുരയിൽ നടക്കുന്ന അരിയിളക്കൽ എന്ന ചടങ്ങിലും പങ്കെടുക്കേണ്ടതുണ്ട്. അല്പം ചിലവ് വരുന്ന ഈ പ്രാതൽ എല്ലാവരെ കൊണ്ടും നടത്താൻ സാധിച്ചു എന്നും വരില്ല. പക്ഷേ അത് നടത്താൻ സാധിക്കാത്തവർ ഇവിടെ വന്ന് പ്രാതൽ ഉണ്ണുന്നതും തത്തുല്യ ഫലമാണെന്ന് കരുതപ്പെടുന്നു. പ്രാതൽ ഉണ്ണുന്നതും വളരെയധികം പ്രാധാന്യമുള്ളതും പാപപരിഹാരവുമാണത്രേ. ഇനി ഭജനമിരിക്കുന്നവരാണെങ്കിൽ പോലും ഭഗവാന്റെ പ്രാതലുണ്ടാൽ വ്രതഭംഗം വരികയില്ല എന്നും അവരുടെ സകല ദോഷദുരിതങ്ങളും പാപങ്ങളും അതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നും സ്ഥലമാഹാത്മ്യം വിവരിക്കുന്ന ഭാർഗവപുരാണത്തിൽ കാണുന്നു. ഒരിക്കൽ മുട്ടസ് നമ്പൂതിരിയെ രാജാവ് തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു വരുത്തി കൊട്ടാരത്തിൽ വെച്ച് പ്രാതലിൻ്റെ വിഭവങ്ങളെല്ലാം തയ്യാറാക്കിച്ചുവെങ്കിലും വൈക്കത്തെ പ്രാതലിൻ്റെ സ്വാദ് ഉണ്ടാവാത്തതിൽ രാജാവ് അല്പം പരിഭവപ്പെട്ടുവെന്നും അതിന് മറുപടിയായി ചാർത്തനുസരിച്ചുള്ള വൈക്കത്തെ വലിയടുക്കള കൊട്ടാരത്തിൽ ഒരുക്കാതിരുന്നതാണ് അങ്ങനെ സംഭവിക്കാൻ കാരണമായതെന്ന് മുട്ടസ് നമ്പൂതിരി രാജാവിനോട് പറഞ്ഞുവെന്നും കഥയുണ്ട്. തൽക്കാലം നിർത്തുന്നു. ഇന്നു രാത്രിയിലെ അഷ്ടമിയുടെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.